എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 25-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. താവൻ മാംസവപാകരാളവപുഷം ഘോരാന്ദ്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനേ ദൂരെ സ്ഥിതാ ഭീരവ സർവേ ശർവവിരിഞ്ച വാസവമുഖാ പ്രത്യേകമസ്തോഷത. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. താവത്ത് ആ സമയത്ത് അല്ലെങ്കിൽ അതിനിടയിൽ, മാംസവപാകരാളവപുഷം രക്തമാംസങ്ങൾ പുരണ്ട് ഭീകരമായ ശരീരത്തോടെ, ഘോരാന്ത്രമാലാധരം കിടിലം കൊള്ളിക്കുന്ന കുടൽമാലകൾ ധരിച്ചും, ത്വാം അങ്ങയുടെ, മധ്യേ സഭം സഭാമധ്യത്തിൽ, ഇദ്ധരോഷം വർദ്ധിച്ച കോപത്തോടെ, ഉഷിതം ഇരുന്നരുളിയവനുമായ, അഭ്യേതും അടുത്തേക്ക് ചെല്ലുവാൻ, ന ശശാക കോപി ഭുവനേ ഭുവനേ കോപി ന ശശാക ലോകത്തിൽ ആരും തന്നെ ശക്തരായില്ല എന്നു മാത്രമല്ല, ദൂരെ സ്ഥിതാ ഭീരവ ഭീതി മൂലം അവരെല്ലാം ദൂരെ മാറി നിന്നുകൊണ്ട്, സർവേ എല്ലാവരും, ആരൊക്കെയാ എല്ലാവരും, ശർവവിരിഞ്ച വാസവമുഖ ശിവൻ ബ്രഹ്മാവ് ദേവേന്ദ്രൻ തുടങ്ങിയവർ, പ്രത്യേകം അസ്തോഷത വേറെ വേറെ അങ്ങയെ വാഴ്ത്തി. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അതിനിടയിൽ രക്തമാംസങ്ങൾ പുരണ്ടു ഭീകരമായി തീർന്ന ശരീരത്തോടെ, ആര്? ഭഗവാൻ. കുടൽമാല ചൂടിക്കൊണ്ടും കോപാന്തനായും ഇടതടവില്ലാതെ ഗർജിച്ചുകൊണ്ടും സഭാമധ്യത്തിൽ നിന്നിരുന്ന അങ്ങയുടെ അരികിൽ വരാൻ ലോകത്തിൽ ആരും തന്നെ ശക്തരായില്ല. ശിവൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ എന്നിവരെല്ലാം ഭീതി മൂലം ദൂരെ നിന്ന് വേറെ വേറെ അങ്ങയെ വാഴ്ത്തി. അതായത് ഭഗവാന്റെ അപ്പോഴത്തെ ആ ഒരു ഘോരമായ രൂപവും ദേഷ്യത്തോടു കൂടിയുള്ള ഗർജനവും കാരണം എല്ലാവർക്കും ഭയമായി. മഹാദേവനും ബ്രഹ്മാവും എല്ലാം മാറി മാറി നിന്നു. ദേവേന്ദ്രനും എല്ലാം മാറി നിന്ന് സ്തുതിച്ചു. എങ്കിലും ആർക്കും അടുത്തേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടായില്ല. അത്രയ്ക്കും ഭീകരമായ ഒരു നിമിഷമായിരുന്നു അത് എന്ന് കാണിക്കുകയാണ്. ഹരേ കൃഷ്ണ.